ദീർഘനിശ്വാസം എടുത്ത് വിടുക. പ്രാർത്ഥിക്കുക. നിങ്ങളെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്, എന്താണ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ആൻസിസ്റ്റേഴ്സ് നിങ്ങളടുത്ത് എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു, എന്താണ് ഗൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് ക്യൂൺ ഓഫ് വാണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് കാർഡ് ദ ഫൂൾ എന്ന് പറഞ്ഞ മേജർ ആർക്കാന കാർഡാണ്. തേർഡ് കാർഡ് ജഡ്ജ്മെന്റ്. ഫോർത്ത് കാർഡ് ടു ഓഫ് കപ്സ്. അപ്പോൾ നമുക്ക് ഇത്രയും കാർഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്കൊന്ന് റെസൊനേറ്റ് ചെയ്ത് നോക്കാം. ആൻസിസ്റ്റേഴ്സ് നിങ്ങളടുത്ത് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ക്യൂൺ ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ബോൾഡായിട്ടുള്ളൊരു എനർജിയാണ്. മിതത്വം പാലിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫെമിനൈൻ എനർജിയാണ് ക്യൂൺ ഓഫ് വാണ്ട്സ്. അങ്ങനെ ഒരു നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള, അവരവരുടെ ആത്മവിശ്വാസത്തിൽ വളരെയധികം അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ബോൾഡായിട്ടുള്ളൊരു ഫെമിനൈൻ എനർജിയുടെ ഒരു ഇതാണ് നിങ്ങൾ ആൻസിസ്റ്റേഴ്സായിട്ട് നിങ്ങൾ കാണുന്നത്. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് അതാണ്. അവർ നിങ്ങളോട് ഗൈഡ് ചെയ്യുന്നത്. നിങ്ങളെ പാരമ്പര്യത്തിലോ കുടുംബപരമായിട്ടോ ഉള്ള ഒരു കുടുംബദേവതയോ അല്ലെങ്കിൽ മറ്റ് പൂർവികരാരെങ്കിലും ആയിരിക്കാം. നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് ആരെങ്കിലും ആയിരിക്കാം, നിങ്ങളുടെ പാരൻസ് തന്നെ ആയിരിക്കാം നിങ്ങളെ ആൻസിസ്റ്റേഴ്സ്. ഇതാണ് നിങ്ങളുടെ എനർജി. ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത്, ആൻസിസ്റ്റർ എന്ന് പറയുന്നത്. അവർ നിങ്ങളോട് ഗൈഡ് ചെയ്യുന്നത് ഫുൾ നിങ്ങൾക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഈ ലോകത്ത് എല്ലാം നിങ്ങൾക്ക് ഈ യൂണിവേഴ്സ് നിങ്ങൾക്കെല്ലാം നിങ്ങൾ കൊണ്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കൂ, നിങ്ങൾ മുന്നോട്ട് പോകൂ എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മുന്നോട്ട് പോകൂ. നിങ്ങൾക്ക് പോസിറ്റീവ് സയൻസേ ഉണ്ടാകത്തുള്ളൂ, പോസിറ്റിവിറ്റിയേ ഉണ്ടാകത്തുള്ളൂ, സ്റ്റെബിലിറ്റി ഉണ്ടാകത്തുള്ളൂ. കെയർഫുള്ളായിട്ട് മുന്നോട്ട് പോകൂ. ഗ്രോത്ത് ഉണ്ടാവും, ഓപ്പർച്യൂണിറ്റീസ് വരും. നിങ്ങൾ വിഷമിക്കേണ്ട എന്നാണ് ആൻസിസ്റ്റേഴ്സ് പറയുന്നത്. അവർ വളരെയധികം സപ്പോർട്ടീവായിട്ടാണ് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നത്. എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു എന്നുള്ളതാണ്. ട്രസ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾ തന്നെ വിശ്വസിക്കൂ. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഏത് കാര്യവും ചെയ്യുമ്പോൾ നീതിബോധത്തോടുകൂടി ചെയ്യുക, അവയർനെസ് ആയിട്ട് ചെയ്യുക, അവെയറായിട്ട് ചെയ്യുക, വൈസായിട്ട് ചെയ്യുക, ട്രാൻസ്ഫോംഡ് മാറ്റങ്ങൾക്ക് വിധേയമായി അവെയറായിട്ട് ചെയ്യുക, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുക.